ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇപ്പോൾ ഞാനുള്ളത് കൊച്ചിൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് ഞാൻ നേരെ ശ്രീനഗർ പോവുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പോകുന്നത് ഇവിടെ നിന്ന് കൊച്ചി ടു ബാംഗ്ലൂർ, ബാംഗ്ലൂർ ടു ഡൽഹി ആൻഡ് ഡൽഹി ടു ശ്രീനഗർ, ഇങ്ങനെയാണ് പോകുന്നത്. ഇപ്പോൾ ഞാനിപ്പോൾ ഇത്രയും ഫ്ലൈറ്റ് കയറി പോകുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ, ഇപ്പോൾ എൻ്റെ കൂടെ വരുന്ന ആളുകൾ പല പല സ്ഥലത്തു നിന്ന് കയറുന്നതാണ്. അപ്പോൾ അവരൊന്നും എൻ്റെ ഇപ്പോൾ ഇല്ല. അവരിപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂരിൽ വെച്ചിട്ടാണ് ഞങ്ങളെല്ലാവരും ഒന്നിച്ച് കാണുന്നത്. അപ്പോൾ ബാംഗ്ലൂർ ഒരു പോയിൻ്റ് ഉള്ളതുകൊണ്ടാണ് ജസ്റ്റ് ആ വഴി റൂട്ട് പോകുന്നത്. ശരിക്കും പോകാൻ നമുക്ക് ഇവിടുന്ന് ഡൽഹി ടു ശ്രീനഗർ അത്രയും മതി. അപ്പോൾ അവരുള്ളതുകൊണ്ടാണ് ഇങ്ങനെ ടൂർ കമ്പനി ഞങ്ങൾക്ക് ഇങ്ങനെ ഫ്ലൈറ്റ് ചെയ്തു തന്നത്. ഇവിടെ ഇപ്പോൾ കുറേ ഷോപ്സുകളുണ്ട്, ഡ്യൂട്ടി പെയ്ഡ് ഷോപ്സ്, ക്രാഫ്റ്റ്, കഫേ. അപ്പോൾ ഇതൊക്കെ ഞാൻ നിങ്ങൾക്ക് അത്രയും സമയം കൊണ്ട് നടന്ന് കാണിച്ചു തരാം. ഏതായാലും ഫ്ലൈറ്റ് വരാൻ ഇനി ഇഷ്ടംപോലെ സമയമുണ്ട്. ഏതായാലും രാവിലെ വലിയ തിരക്കൊന്നും കാണുന്നില്ല ഈ ഫ്ലൈറ്റ് കയറാൻ. ഞങ്ങളിപ്പോൾ നേരത്തെ ആയിരുന്ന സ്ഥലത്ത് വലിയ ആളുകളൊന്നുമില്ല. ഏതായാലും കുറച്ച് കഴിയുമ്പോൾ ആളുകൾ വരെയായിരിക്കും. ഞങ്ങളിപ്പോൾ നേരത്തെയാണ് ഇവിടെ എത്തിയത്. ഇപ്പോൾ ഈ വന്നിരിക്കുന്നതാണ് ഞങ്ങൾക്ക് പോകേണ്ട ബാംഗ്ലൂർ ഫ്ലൈറ്റ്. ഇതിപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഇങ്ങോട്ടുള്ള ജേണിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഇതിലിപ്പോൾ തിരിച്ച് ബാംഗ്ലൂരേക്ക് തന്നെ തിരിച്ച് പോകും. ഇതിപ്പോൾ ഇറങ്ങാൻ അത്യാവശ്യം ആളുകളുണ്ട്. അപ്പോൾ അവരെല്ലാം ഇറക്കിയ ശേഷമാണ് ഇപ്പോൾ നമുക്ക് കയറാൻ സമയമാവുള്ളൂ. അങ്ങനെ ഞങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ ബോർഡിംഗ് ആയിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ നേരെ ക്യൂവിലേക്ക് കയറണം. അപ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റ് വരുന്നത് ഇൻഡിഗോ ഫ്ലൈറ്റാണ്. ഏതാ ഫ്ലൈറ്റ് എന്നുള്ളത് ഞാനിപ്പോൾ ആ സ്ക്രീനിൽ നിങ്ങൾക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇതാണ് 6C728 ടു ബാംഗ്ലൂർ. ഈ ഫ്ലൈറ്റിലാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ബാക്കി വീഡിയോസ് ഞാനിപ്പോൾ അതിൻ്റെ അകത്ത് എൻട്രി ചെയ്യുന്ന ശേഷം കാണിച്ചു തരാം. ഇപ്പോൾ ഫ്ലൈറ്റ് ഏകദേശം ഫില്ലായി. ഇനിയിപ്പോൾ ഇതിന് ടേക്ക് ഓഫിനുള്ള സമയമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ടേക്ക് ഓഫും വീഡിയോ ഞാനിപ്പോൾ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം. അവിടെ ഇപ്പോൾ എയർ ഹോസ്റ്റസ് ഓരോ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ടേക്ക് ഓഫിന് മുമ്പുള്ളത്. അതാണ് ഇപ്പോൾ നിങ്ങളവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ടേക്ക് ഓഫും വീഡിയോ. ഇതെനിക്ക് അത്ര ക്ലിയർ ആയിട്ട് എടുക്കാൻ സാധിച്ചില്ല. ഇതിപ്പോൾ ടേക്ക് ഓഫാണ്. അവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പോൾ ഡൽഹിയിലേക്ക് ടേക്ക് ഓഫ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 1 മണിക്കൂറത്തെ ജേർണിക്ക് ശേഷം ഞാനിപ്പം ഡൽഹി എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യുകയാണ്. ഇപ്പോൾ ലാൻഡ് ചെയ്യുന്ന ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ സമയം 10:15. ഇനിയിപ്പോൾ നമുക്ക് ഡൽഹിക്കുള്ള ഫ്ലൈറ്റിനുള്ള ചെക്ക് ഇൻ ടൈം ആയിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ബാഗ് ചെക്ക് ഇൻ ചെയ്ത് സീൽ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞങ്ങളിപ്പോൾ നേരെ ചെക്ക് ഇൻ ചെയ്യാൻ പോവുകയാണ്.
അപ്പോൾ ഞങ്ങൾ ഇൻഡിഗോ ഫ്ലൈറ്റിന് തന്നെയാണ് ഇപ്പോൾ ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് ഡൽഹിക്ക് പോകുന്നത്. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഈ ക്യൂ അതിനൊക്കെയുള്ള ക്യൂ ആണത്. അങ്ങനെ ഞങ്ങളുടെ ഫ്ലൈറ്റിൻ്റെ ബോർഡിംഗ് ആയിരിക്കുകയാണ് 6C869. അപ്പോൾ ഞാനിപ്പോൾ ഫ്ലൈറ്റിൽ അവിടെ നിന്ന് ഇപ്പോൾ ഞങ്ങൾ ബോർഡിങ്ങിൽ കയറി. ഇപ്പോൾ അവിടേക്കുള്ള ലോ ഫ്ലോർ ബസ്സിൽ ഞങ്ങൾക്ക് അവിടെ ഫ്ലൈറ്റിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ ഇപ്പോൾ ഇങ്ങോട്ട് ഫ്ലൈറ്റിൽ കയറിയിരിക്കുകയാണ്. റൈറ്റ് ടൈമിൽ തന്നെയാണ് എൻ്റെ ഡിപ്പാച്ചർ വന്നിരിക്കുന്നത്. അങ്ങനെ ഫ്ലൈറ്റ് ഇപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് ഡൽഹിയിലേക്ക് ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ്. അങ്ങനെ ശ്രീനഗറിലേക്ക് ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്യാൻ പോവുകയാണ്. ഇവിടുത്തെ കൂടുതൽ വീഡിയോ ഈ എയർപോർട്ടിൻ്റെ ഞാൻ ഉൾപ്പെടുത്തിയിട്ടില്ല. മെയിനായിട്ട് പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ഒരുപാട് സെക്യൂരിറ്റി റീസൺസ് ഉള്ളതുകൊണ്ട് വീഡിയോ ഒന്നും അലൗഡ് അല്ല. അതുകൊണ്ട് ഞാൻ ഇവിടുത്തെ എയർപോർട്ടിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. അപ്പോൾ ഞാനിപ്പോൾ ബാക്കി ഇത് എയർപോർട്ടിൽ ഇറങ്ങിയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നതാണ്.
ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. ഇതാണ് ഞങ്ങളുടെ ഹോട്ടലിൽ താമസിക്കുന്നത്. അത് ഞങ്ങൾക്ക് ഒരു ദിവസം ഫുൾ ട്രാവൽ വേണ്ടി വന്നതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതൽ സ്ഥലങ്ങളൊന്നും എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചില്ല. അപ്പോൾ ഏതായാലും ഇപ്പോൾ നൈറ്റ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് വേഗം ഇവിടെ ഹോട്ടലിൽ ഞങ്ങൾക്ക് കോംപ്ലിമെൻ്ററി ഡിന്നർ ഉണ്ടായിരുന്നു.